വിദ്യാർത്ഥികളെ, നമുക്ക് ലാസ്റ്റ് മോഡ്യൂളിൽ ചെറിയ രണ്ട് റിസൾട്ടും കൂടി, ചെറിയ രണ്ട് തിയറും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറംസ് ആണ്. ദറ്റ് ഈസ് ലിയോവില്ലി തിയറം ആൻഡ് ഫണ്ടമെന്റൽ തിയറം ഓഫ് ഓൾജിബ്ര. ഈ രണ്ട് തിയറാണ് നമുക്ക് എടുക്കാനുള്ളത്. ഓക്കെ, അതിലെ ഫസ്റ്റ് തിയറം ലിയോവില്ലി തിയറം. സ്റ്റേറ്റ്മെന്റ് ഞാൻ ഫസ്റ്റ് എഴുതാം. If a function f is enter and bounded in the complex plane, then f of z is constant throughout the plane. Okay, എന്താ പറയുന്നത്? ഒരു ഫംഗ്ഷൻ എഫ് എന്നുള്ള ഒരു ഫംഗ്ഷൻ, കോംപ്ലക്സ് ഫംഗ്ഷൻ, അത് എൻഡർ ആണ്. എന്താണ് എൻഡർ പറഞ്ഞാൽ? അനലിറ്റിക് എവരിവെയർ, എല്ലാ സ്ഥലത്തും അനലിറ്റിക് ആണ്. അതുപോലെ തന്നെ ബൗണ്ടഡ് ആണ്. ബൗണ്ടഡ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മോഡ് എഫ് ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം വാല്യൂ. അപ്പോൾ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് എന്ന ഫംഗ്ഷൻ എൻഡർ ആണ് അഥവാ അനലിറ്റിക് എവരിവെയർ, അതുപോലെ തന്നെ ബൗണ്ടഡ് ആണെങ്കിൽ അതെന്തായിരിക്കും? ഈ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, ലിയോവില്ലി തിയറം പറയുന്നത്. ഇഫ് എ ഫംഗ്ഷൻ എഫ് എൻഡർ ആൻഡ് ബൗണ്ടഡ് ഇൻ ദി കോംപ്ലക്സ് പ്ലെയിൻ, ഒരു കോംപ്ലക്സ് പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് സെഡ് ഈ കോംപ്ലക്സ് പ്ലെയിനിലെ എല്ലാ പോയിന്റിലും അനലിറ്റിക് ആണ്. അതാണ് എൻഡർ എന്ന് പറയുന്നത്. എൻഡർ ഫംഗ്ഷൻ പറഞ്ഞാൽ അനലിറ്റിക് എവരിവെയർ. അപ്പോൾ ഒരു ഫംഗ്ഷൻ എഫ് എന്നുള്ള ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ അനലിറ്റിക് എവരിവെയർ ആൻഡ് ബൗണ്ടഡ് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് എഫ് ഓഫ് സെഡ് എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം കോൺസ്റ്റന്റ് വാല്യൂ എം. ഈ രണ്ട് കണ്ടീഷനും ഒരു ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കും എന്നാണ് പറയുന്നത്, അല്ലേ? എന്താണ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ? എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സം കെ, അല്ലേ? ദറ്റ് ഈസ് സം കെ, അല്ലെങ്കിൽ സം കെ എന്താണ്? ദറ്റ് ഈസ് സം കോംപ്ലക്സ് നമ്പർ. ഓക്കെ, ഒന്നുകൂടി പറയാം. ഇഫ് എ ഫംഗ്ഷൻ എഫ് ഈസ് എൻഡർ ആൻഡ് ബൗണ്ടഡ് ഇൻ ദി കോംപ്ലക്സ് പ്ലെയിൻ, then എഫ് ഓഫ് സെഡ് ഈസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദി പ്ലെയിൻ. അപ്പോൾ നമ്മൾ സിമ്പിൾ ആക്കിയിട്ട് ഇങ്ങനെ പറയാം, ബൗണ്ടഡ് എൻഡർ ഫംഗ്ഷൻ ഈസ് കോൺസ്റ്റന്റ് എന്ന് പറയും. ഓക്കെ, ദാറ്റ് ഈസ് ബൗണ്ടഡ് എൻഡർ ഫംഗ്ഷൻ ഈസ് കോൺസ്റ്റന്റ്. ഇതാണ് ലിയോവില്ലി തിയറം പറയുന്നത്. ഒരു ഫംഗ്ഷൻ ബൗണ്ടഡ് ആണ്, അതുപോലെ തന്നെ എൻഡർ ഫംഗ്ഷൻ ആണെങ്കിൽ ബൗണ്ടഡ് എ പ്ലസ് എൻഡർ ഫംഗ്ഷൻ, ദാറ്റ് ഈസ് ബൗണ്ടഡ് എൻഡർ ഫംഗ്ഷൻ, ദാറ്റ് ഈസ് ഫംഗ്ഷൻ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. നമുക്ക് പ്രൂഫിലേക്ക് പോകാം. വളരെ സിമ്പിൾ പ്രൂഫാണ് ഇതിന്. പ്രൂഫ് നമുക്ക് തന്നിട്ടുണ്ട് എഫ് ബൗണ്ടഡ്, അല്ലേ? ദാറ്റ് ഈസ് സിൻസ് എഫ് ഈസ് ബൗണ്ടഡ് then there exists a real number m such that mod f of z less than or equal to m for all z, അല്ലേ? ഇതാണ് ബൗണ്ടഡ് എന്നതിന്റെ മീനിങ്. ഒരു ഫംഗ്ഷൻ എഫ് ബൗണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മോഡ് എഫ് ഓഫ് സെഡ് എന്തായിരിക്കും? സം കോൺസ്റ്റന്റിനേക്കാൾ ചെറുതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ let z not be any complex number. നമ്മൾ പ്ലെയിനിലെ കോംപ്ലക്സ് പ്ലെയിനിലെ z നോട്ട് ഏതെങ്കിലും ഒരു കോംപ്ലക്സ് നമ്പർ എടുത്തു, ആൻഡ് ആർ ബി ആൻഡ് ക്യാപിറ്റൽ ആർ ബി any large real number oriented large real number and CR be a positively oriented circle with the center z naught. എന്താ പറഞ്ഞേ?
ഒന്നുകൂടി പറയാം, എഫ് ബൗണ്ടഡ് ആയതുകൊണ്ട് there exists a sum em such that mod f of z less than or equal to m. ഇനി നമ്മൾ വലിയൊരു സർക്കിൾ കൺസിഡർ ചെയ്യാൻ പോകാം. വലിയ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് ഈ വലിയൊരു സർക്കിൾ, ദാറ്റ് ഈസ് ആർ എന്ന സർക്കിൾ ഞാൻ കൺസിഡർ ചെയ്തു. നെക്സ്റ്റ് സെന്റർ z0, റേഡിയസ് r, ഇതിന്റെ ഈ കർവ് സി ആർ അഥവാ ഒരു ആർ എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടുള്ള സി ആർ അല്ലെ, ദാറ്റ് ഈസ് പാരാമീറ്റർ, ദാറ്റ് ഈസ് ഈ സർക്കിളിനെ ഞാൻ സി ആർ എന്ന് ഡിനോട്ട് ചെയ്തു. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ സർക്കിൾ ഡിനോട്ട് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തൊട്ട് മുന്നേ നമ്മൾ കോഷി ഇൻഇക്വാലിറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്നാണ് കോഷി ഇൻഇക്വാലിറ്റി പറയുന്നത്? ഒരു ഫംഗ്ഷൻ എഫ് അനലിറ്റിക് ഇൻസൈഡ് ഓൺ എ പോസിറ്റീവ്ലി ഓറിയന്റഡ് സർക്കിൾ സി ആർ centered at z0 then with the radius r, then mr denote, that is mr denote the maximum value of f of z on cr. ഇത്രയും കണ്ടീഷൻ സാറ്റിസ്ഫൈ. ഇതിന്റെ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു എഫ് എന്നുള്ള ഫംഗ്ഷൻ അനലിറ്റിക് ആണ്, അതുപോലെ തന്നെ z0 സെന്ററും r റേഡിയസും cr സർക്കിളും ആയിട്ടുള്ള ഒരു സർക്കിൾ എടുക്കുകയാണെങ്കിൽ അതിൽ f of z ഈക്വൽ ടു ദാറ്റ് ഈസ് mr എന്നുള്ളത് f of z ന്റെ മാക്സിമം വാല്യൂ ഓൺ cr ആണെങ്കിൽ എഫ് nth ഡെറിവേറ്റീവ് ഓഫ് അറ്റ് z0 അതിന്റെ മാഗ്നിറ്റ്യൂഡ് എപ്പോഴും എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു mr ഇൻറ്റു n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ r പവർ n. ഇതിന്റെ തൊട്ട് മുന്നത്തെ കോഷി ഇൻഇക്വാലിറ്റിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, കഴിഞ്ഞ ഒരു ലെമ്മ പഠിച്ചിട്ടുണ്ട്. അതേ ലെമ്മ, അതേ റിസൾട്ട് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം ഇവിടെ ആ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. തന്നുള്ള ഫംഗ്ഷൻ എൻറ്റയർ ഫംഗ്ഷൻ ആണ്. ദെർഫോർ ഇവിടെ നമ്മൾ ഏത് റീജിയൻ എടുത്തു കഴിഞ്ഞാലും അതിലും എൻറ്റയർ ഫംഗ്ഷൻ ആണ്. എൻറ്റയർ പറഞ്ഞു കഴിഞ്ഞാൽ അനലിറ്റിക് എവരിവെയർ ആണ്. ദെർഫോർ നമ്മുടെ സർക്കിൾ എന്താണ്? അനലിറ്റിക് ആണ്. അതുപോലെ തന്നെ നമ്മുടെ എഫ് ഓഫ് സെഡ് എന്നുള്ളത് എന്താണ്? ബൗണ്ടഡ് ആണ്. ദെർഫോർ തൊട്ട് മുന്നത്തെ എം ആർ എന്താണ്? ഓൺ സി ആറിലെ മാക്സിമം വാല്യൂ ആണ്. Therefore നമുക്ക് എന്ത് ചെയ്യാം? എഫ് ഓഫ് സെഡ് ഇതില് ബൗണ്ടഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മാക്സിമം വാല്യൂ എത്ര വരുള്ളൂ? എം എ വരുള്ളൂ അല്ലെ. Therefore തൊട്ട് മുന്നത്തെ കണ്ടീഷൻ ഇവിടെ വർക്ക്ഔട്ട്, എല്ലാ കണ്ടീഷനും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. Therefore ബൈ കോഷി ലെമ്മ, therefore ബൈ കോഷി ഇൻഇക്വാലിറ്റി, കോഷി ഇൻഇക്വാലിറ്റി എന്ത് എഴുതാം? മോഡ് f nth derivative of f at z0 which is always less than or equal to എന്തായിരിക്കും? n factorial divided by n factorial into mr divided by r power n ആയിരിക്കും അല്ലേ. നമുക്ക് എന്ത് തെളിയിക്കേണ്ടത്? എഫ് കോൺസ്റ്റന്റ് എന്ന് കിട്ടണം അല്ലെ. ഈ എഫ് ഓഫ് സെഡ് കോൺസ്റ്റന്റ് എന്ന് കിട്ടണം. നമുക്ക് എന്ത് ചെയ്യും? ഇതില് ഇത് ഏത് എന്നിനും ട്രൂ ആണ് അല്ലെ, n ഏതാണെങ്കിലും ട്രൂ ആണ്. എഫ് ഓഫ് നമുക്ക് കിട്ടേണ്ട ആൻസർ എഫ് ഓഫ് സെഡ് ഈസ് കോൺസ്റ്റന്റ് എന്ന അല്ലെ, ഇതാണ് റിസൾട്ട് ആയിട്ട് കിട്ടേണ്ടത്. ദാറ്റ് ഈസ് നമ്മൾ ഇവിടെ എന്നിന് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ദാറ്റ് ഈസ് എഫ് ഓഫ് സെഡ് അറ്റ് z0 അല്ലെ, എഫ് ഓഫ് സെഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു mr divided by r power n എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടുത്തെ മാക്സിമം വാല്യൂ അല്ലെ, mr നമ്മൾ എടുത്തിട്ടുണ്ട് ഇവിടെ മാക്സിമം വാല്യൂ mr, ദാറ്റ് ഈസ് mr divided by r power n ആണ്. നെക്സ്റ്റ് ഈ n എന്താണ്? n equal to 1 സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലേ, ദാറ്റ് ഈസ് mr divided by r എന്ന് കിട്ടി. ഓക്കെ, ഈ r എത്ര വലുതാക്കി കഴിഞ്ഞാലും എന്താണ്? r നമുക്ക് എത്ര മണിക്ക് വലുതാക്കാം അല്ലെ. r വലുതാക്കും തോറും ഈ ടോട്ടൽ വാല്യൂ എന്ത് ചെയ്യും? ഇത് ചെറുതായി വരും അല്ലെ. അപ്പൊ r നമ്മൾ എന്ത് ചെയ്യാ? ഇൻഫിനിറ്റിയിലേക്ക് എത്ര വലുതാക്കി കഴിഞ്ഞാലും ഇത് ശരിയാണ്. ദാറ്റ് ഇംപ്ലൈസ് ഇതെന്താണ്? r വലുതാക്കും തോറും ഇത് 0ക്ക് പോകും അല്ലെ. ദാറ്റ് ഇംപ്ലൈസ് r നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ r ഈസ് വെരി ലാർജ് ആക്കി എടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ ടേം 0ക്ക് പോകും. Therefore നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? that is f dash of n equal to 1 ആകുമ്പോൾ f dash വരും അല്ലേ. that is f dash of z equal to 0 എന്ന് കിട്ടും. that is f dash of z equal to 0 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? that is f of z equal to f dash of z0 equal to 0 എന്ന് കിട്ടും. that implies അതിന്റെ മീനിങ് എന്താ? f dash of z equal to some constant, f dash of z0 equal to some constant. ഈ z0 നമ്മൾ ആർബിറ്ററി ചൂസ് ചെയ്തത്. ഈ z0 ഇതിന് ഏത് വാല്യൂരും ഏത് z0 നമുക്ക് സെലക്ട് ചെയ്യാം അല്ലെ. കാരണം ഇവിടെ നമ്മൾ z0 എടുക്കാൻ കാരണം പ്രത്യേകിച്ച് ഒരു കണ്ടീഷൻ ഇവിടെ തന്നിട്ടില്ല. നമ്മൾ ചുമ്മാ എടുത്ത് z0 ആണ് അല്ലെ. റേഡിയസോ അത് നമ്മൾ ചുമ്മാ എടുത്തതാ.
അപ്പോൾ റേഡിയസ് എത്ര വേണമെങ്കിലും നമുക്ക് ഇൻക്രീസ് ചെയ്യാം. z നോട്ടിന് പകരം ഏത് പോയിന്റും എടുക്കാം അല്ലെ. ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടും? f of z equal to some c for entire plane അല്ലെ. ദാറ്റ് ഈസ് ഇവിടെ ഞാൻ ഒന്നുകൂടി പറയാം, കൺഫ്യൂഷൻ വന്നിട്ടുണ്ടായിരിക്കും. ബൈ കോഷി ഇൻഇക്വാളിറ്റി പ്രകാരം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. കാരണം തൊട്ട് മുന്നത്തെ എല്ലാ കണ്ടീഷൻസും നമ്മുടെ ഈ ഒരു ടേമിൽ ഈ ഒരു തിയറത്തിലെ ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. therefore n ന് ഞാൻ 1 കൊടുത്തു. n ന് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്തായി? ഈ f dash of z നോട്ട് മോഡ് f dash of z നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു mr ഡിവൈഡഡ് ബൈ r ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ mr കൊടുത്താലും കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. ഇവിടെ വെറും m കൊടുത്തു കഴിഞ്ഞാലും പ്രശ്നമില്ല. നെക്സ്റ്റ് mr ഡിവൈഡ് ബൈ r. r നമുക്ക് വേണമെങ്കിൽ എത്ര വലിയ ലാർജ് സർക്കിൾ എടുക്കാം. കാരണം ഏത് പോയിന്റിലും ഇവിടെ ഈ ഫംഗ്ഷൻ എന്നുള്ളത് എല്ലായിടത്തും എൻ്റയർ ഫംഗ്ഷൻ എല്ലായിടത്തും അനലിറ്റിക്കാ. therefore r എന്നുള്ള റേഡിയസ് നമുക്ക് എത്ര വേണമെങ്കിലും ഇൻക്രീസ് ചെയ്യാം. ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേം എന്തുവരും? 0ലേക്ക് ടെൻഡ് ചെയ്യും അല്ലെ. മുകളിൽ ഒരു കോൺസ്റ്റന്റ് ആണ്. ഈ കോൺസ്റ്റന്റ് ആഡ് ബൈ അഗൈൻ വലിയ 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 നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം 0ക്ക് പോകും. ദാറ്റ് ഇംപ്ലൈസ് f dash of z എന്താണ്? 0 ആണ്. ഓക്കെ, f dash of z നോട്ട് ഈക്വൽ ടു 0 ആണ്. f dash of z നോട്ട് ഈക്വൽ ടു 0 പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് f of z ഈക്വൽ ടു സം കോൺസ്റ്റന്റ് അല്ലെ. ദാറ്റ് ഈസ് z ഈ ആർബിറ്ററി പോയിന്റ് ആണ്. z നോട്ട് എടുത്തുള്ളത് നമുക്ക് ആർബിറ്ററി പോയിന്റ് ആണ്. ദാറ്റ് ഈസ് നമുക്ക് വേണമെങ്കിൽ ഏത് പോയിന്റ് എടുക്കും. ദാറ്റ് ഇംപ്ലൈസ് f of z ഈസ് സം കോൺസ്റ്റന്റ്. ഓക്കെ, ഇത് ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും ഇത് ട്രൂ ആണ്. therefore നമുക്ക് എന്ത് ചെയ്യാം? അതിൽ നിന്ന് f dash of z നോട്ട് ഈക്വൽ ടു 0 എന്ന് എടുക്കാം എന്നല്ല, 0 ആയിരിക്കും. Okay, next that implies f of z equal to some constant. That implies f of z equal to some constant. Okay, രണ്ടു പ്രാവശ്യം നിങ്ങൾ തിയറം നോക്കുക. ടെക്സ്റ്റ് ബുക്കിലെ തിയറം ജസ്റ്റ് വീണ്ടും വായിച്ച് നോക്കുക. ഇതാണ് ഓൾ ഐഡിയ. നെക്സ്റ്റ് അടുത്തത് ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൽജിബ്ര. ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൽജിബ്ര. എന്താ ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൽജിബ്ര പറയുന്നത്? നമ്മൾ ഒരു പോളിനോമിയൽ എടുത്തു, എക്സ് സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0. ഇതിന്റെ റൂട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റിയൽ നമ്പേഴ്സ് അല്ലെ. എക്സ് സ്ക്വയർ ഈക്വൽ ടു 1, ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 കിട്ടും. അപ്പോൾ റിയൽ പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാൽ, റിയൽ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് റൂട്ട് ഉണ്ടാവുമോ? റൂട്ട് ഉണ്ടാവണമെന്നില്ല. ഇതിന്റെ റൂട്ട് പറഞ്ഞാൽ റിയൽ വാല്യൂസാ. അപ്പോൾ എക്സ് സ്ക്വയർ റിയൽ പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ അതിന് റൂട്ട് ഉണ്ട് അല്ലെങ്കിൽ അതിന് സൊല്യൂഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എക്സ് സ്ക്വയർ മൈനസ് 1 അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0, എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് 1 വരും. എക്സ് ഈക്വൽ ടു എന്തായി? പ്ലസ് ഓർ മൈനസ് ഐ ആണ്. പക്ഷെ പ്ലസ് ഓർ മൈനസ് ഐ റിയൽ നമ്പർ ആണ്. അപ്പോൾ ഈ പോളിനോമിയലിന് ഒരിക്കലും റൂട്ടില്ല. റിയൽ നമ്പറിൽ റൂട്ടില്ല. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇതിന് റൂട്ടില്ല. ഓക്കെ, പക്ഷേ കോംപ്ലക്സ് നമ്പർ എടുക്കുകയാണെങ്കിൽ എന്തായാലും അതിന് റൂട്ട് ഉണ്ടായിരിക്കും. അപ്പൊ ഏത് കോംപ്ലക്സ് നമ്പർ എടുത്തു കഴിഞ്ഞാലും nth ഡിഗ്രി ഉള്ള കോംപ്ലക്സ് നമ്പർ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ 3 ഡിഗ്രി ഉള്ള കോംപ്ലക്സ് നമ്പർ എടുക്കുകയാണെങ്കിൽ അതിനെല്ലാം എത്ര ഡിഗ്രി ആണോ അത്രയും റൂട്ട് ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതാണ് ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൽജിബ്ര പറയുന്നത്. ദാറ്റ് ഈസ് തിയറം any polynomial p of z equal to a naught plus a1z plus a2z square plus etc plus anz raised to n where an not equal to 0. Okay, that is nth degree ഉള്ള ഒരു polynomial of degree n greater than or equal to 1 has at least 1 0, that is there exists at least one point
at least one point z0 such that p of z0 equal to 0. ഓക്കെ, എന്താ പറയുന്നത്? ഏതൊരു പോളിനോമിയൽ nth ഡിഗ്രിയിലുള്ള ഏതൊരു പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാലും അതിന് അറ്റ്ലീസ്റ്റ് 1 സീറോ ഉണ്ടായിരിക്കും എന്നാണ്. അപ്പോൾ n ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ a നോട്ട് പ്ലസ് a1 z എടുത്തു കഴിഞ്ഞാൽ അതിനെന്തുണ്ടായിരിക്കും? എന്തായാലും ഒരു സീറോ ഉണ്ടായിരിക്കും. കാരണം എന്താ? ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്. നെക്സ്റ്റ് a നോട്ട് പ്ലസ് a1 z പ്ലസ് a2 z സ്ക്വയർ, ഇതിന് 2 റൂട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതിനെന്തായാലും അറ്റ്ലീസ്റ്റ് ജനറൽ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ p of z plus p of z equal to a naught plus a1 z plus a2 z square plus etc plus a n z raised to n എടുത്തു കഴിഞ്ഞാൽ, ഈ പോളിനോമിയൽ എടുത്തു കഴിഞ്ഞാൽ അതിന് അറ്റ്ലീസ്റ്റ് ഒരു റൂട്ടെങ്കിലും ഉണ്ടായിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് പ്രൂഫിലേക്ക് പോകാം. നമ്മൾ അസ്യൂം ചെയ്യുന്നത്, നമുക്ക് തന്നിട്ടുണ്ട് p of z തന്നിട്ടുണ്ട് അല്ലേ? അത് നമുക്ക് തെളിയിക്കേണ്ടത് ഇതിന് ഒരു റൂട്ടെങ്കിലും ഉണ്ടായിരിക്കുന്ന സം p of z0 equal to 0, സം z0 belongs to complex number. That is, അങ്ങനെ ഒരു റൂട്ടെങ്കിലും ഉണ്ടാവും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ അല്ലേ? p of z equal to അല്ലെങ്കിൽ p of z0 equal to 0 for some z0 belongs to c, complex number. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ. ഓക്കെ, നമ്മൾ നേരെ തിരിച്ച് എടുക്കാൻ പോവാണ്. if possible p of z not equal to 0 for any all z, for all z, that is, suppose that if possible p of z not equal to 0 for all z, നമുക്ക് എന്താ തെളിയിക്കണ്ടേ? ഇതിന്റെ p of z equal to 0 സം പോയിന്റ് എന്നാണ് തെളിയിക്കേണ്ടത്. പക്ഷെ നമ്മൾ അതിന്റെ നേരെ കോൺട്രഡിക്ഷൻ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് വിചാരിക്കണം. നമുക്ക് തെളിയിക്കേണ്ടത് p of z0 ഇതിനെന്തായാലും റൂട്ട് ഉണ്ടായിരിക്കും. റൂട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സം z0 p യുടെ വാല്യൂ 0 ആയിരിക്കും എന്നാണ് അല്ലേ? അപ്പോൾ അതിന്റെ നേരെ കോൺട്രഡിക്ഷൻ വരാൻ വേണ്ടിയിട്ട് അത് ഒരിക്കലും സംഭവിക്കില്ല എന്ന് അസ്യൂം ചെയ്യാണ്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? ഒരു കോൺട്രഡിക്ഷൻ കിട്ടണം അല്ലേ? നമ്മൾ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് ഇത് എപ്പോഴും ഉണ്ടാവും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഉണ്ടാവില്ല വിചാരിച്ച് നമ്മൾ എന്തെങ്കിലും പ്രൂവ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ എന്തായാലും അവിടെ കോൺട്രഡിക്ഷൻ വരും അല്ലേ? That is, if possible. ആ കോൺട്രഡിക്ഷൻ എന്താണ്? കോൺട്രഡിക്ഷൻ വരുന്നില്ലേ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ p of z നമുക്കറിയാം പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. p of z പറഞ്ഞു കഴിഞ്ഞാൽ പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. നമ്മൾ അസ്യൂം ചെയ്തു p of z നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ z. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ f of z is equal to 1 divided by p of z. ഇത് എൻ്റയർ ഫംഗ്ഷനാണ്. ഇതെപ്പോഴാണ് എന്താ? ഇതിനെപ്പോഴാണ് സിംഗുലർ പോയിന്റ് വരിക? ഡിനോമിനേറ്റർ 0 വരുമ്പോഴാണ് സിംഗുലർ പോയിന്റ് വരിക. ആ ഡിനോമിനേറ്റർ ഒരിക്കലും 0 വരില്ല, നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലേ? p of z ഈ നോട്ട് ഈക്വൽ ടു 0 ആണ്, ഒരിക്കലും 0 വരുന്നില്ല. ഏത് z എടുത്തു കഴിഞ്ഞാലും p of z 0 വരുന്നില്ല, നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. therefore നമ്മൾ ലെറ്റ് f of z is equal to 1 divided by p of z എടുത്തു കഴിഞ്ഞാൽ എന്താണ്? that implies f of z is entire function അല്ലേ? that is, എല്ലായിടത്തും എന്തായി? അനലിറ്റിക് ആണ്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് f of z ബൗണ്ടഡ് എന്ന് തെളിയിക്കാൻ പോവാ. that is, f of z ബൗണ്ടഡ് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? f of z ബൗണ്ടഡ് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്താ സംഭവിക്കുക? ആൾറെഡി f of z എൻ്റയർ ഫംഗ്ഷനാണ്. ഈ f of z ബൗണ്ടഡും കൂടി ആയി കഴിഞ്ഞാൽ യോവ്ലി തിയറം ഇവിടെ വർക്ക്ഔട്ട് ചെയ്യും അല്ലേ? ബൗണ്ടഡ് എൻ്റയർ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് എന്ന് കിട്ടും. അപ്പോൾ f of z എൻ്റയർ ഫംഗ്ഷൻ ആണ്, ബൗണ്ടഡ് ഫംഗ്ഷൻ ആണ്. ഇത് രണ്ടും ഇംപ്ലിക്കേഷൻ എന്താണ്? ഇതിന്റെ രണ്ടിന്റെ ഇംപ്ലിക്കേഷൻ that is f is constant എന്ന. എന്താണ് f? f പറഞ്ഞു കഴിഞ്ഞാൽ 1 divided by p of z ആ. ഇത് കോൺസ്റ്റന്റ് എന്ന് കിട്ടും അല്ലേ? പക്ഷേ p of z കോൺസ്റ്റന്റ് ആണോ? അല്ല. ഇത് കോൺസ്റ്റന്റ് ആണെങ്കിൽ 1 ആൾറെഡി കോൺസ്റ്റന്റ് ആണ്. 1 divided by p of z കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്താവണം? p of z കോൺസ്റ്റന്റ് ആവണം അല്ലേ? പക്ഷേ p of z ഇവിടെ എന്തല്ല? കോൺസ്റ്റന്റ് അല്ല. ഇത് പോളിനോമിയൽ ഫംഗ്ഷൻ, ഇവിടെ വേരിയബിൾ ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ കോൺട്രഡിക്ഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്തു, ഇവിടെ അസ്യൂം ചെയ്തു p of z നോട്ട് ഈക്വൽ ടു 0 ഫോർ ഓൾ z. ഇനി നമ്മൾ എന്ത് വിളിച്ചു? 1 divided by p of z നെ f of z എന്നൊരു ഫംഗ്ഷൻ വിളിച്ചു. therefore p of z ഒരിക്കലും 0 വരാത്തത് കൊണ്ട് f of z എന്താണ്? എൻ്റയർ ഫംഗ്ഷൻ ആണ്.
ഇനി നമ്മൾ എഫ് ഓഫ് സെഡ് ബോണ്ടഡ് കൂടി തെളിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായി ഒരു കോൺട്രഡിക്ഷൻ കിട്ടും. കാരണം ബോണ്ടഡ് എൻറ്റയർ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആണ്. therefore എഫ് ഓഫ് സെഡ് കോൺസ്റ്റന്റ് ആവും. എഫ് ഓഫ് സെഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ 1 / പി ഓഫ് സെഡ് കോൺസ്റ്റന്റ് ആവും. പക്ഷേ പി ഓഫ് സെഡ് കോൺസ്റ്റന്റ് അല്ല എന്ന് നമുക്കറിയാം. അപ്പൊ നമുക്ക് എന്താ ഇനി വേണ്ടത്? കോൺട്രഡിക്ഷൻ വരണമെങ്കിൽ എഫ് ഓഫ് സെഡ് ബോണ്ടഡ് എന്ന് തെളിയിക്കണം. ഓക്കെ, that is then we prove f of z is bounded. Okay, f of z bounded എന്ന് തെളിയിക്കണം. p of z എന്താ? p of z equal to ഞാൻ ഒന്നും കൂടി എഴുതാം, a naught plus a1z plus a2z square plus etc. ലാസ്റ്റ് ടേം an z raised to n. അതിന്റെ തൊട്ട് മുന്നത്തെ ടേം എന്തായിരിക്കും? an minus 1 z raised to n minus 1 ആയിരിക്കും അല്ലേ? ഞാൻ ഇതിൽ നിന്ന് z raised to n പുറത്തേക്ക് എടുക്കാൻ പോവാം. അപ്പൊ എന്ത് വരും? z raised to n പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ a naught divided by z raised to n പ്ലസ് a1 divided by z raised to n ഉം ഈ z ലെ z ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ z raised to n minus 1 plus a2 z raised to n minus 2 plus etc. ലാസ്റ്റ് ടേം എന്ത് വരും? that is an വരും അല്ലേ? അതിന്റെ തൊട്ട് മുന്നത്തെ ടേം എന്ത് വരും? that is an minus 1 divided by z വരും അല്ലേ? plus etc. അപ്പൊ ഇതാണ് എന്ത്? z raised to n പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ടേം അല്ലേ? ഞാൻ ഇതിലെ ഒരു ടേമിന്, ഇത്രയും ടേമിനെ w വിളിക്കാൻ പോവാം. ഇത്രയും ടേമിനെ w എന്ന് വിളിക്കാൻ പോവാം. that is നമ്മുടെ ടേം എന്തായി? z raised to n into w plus an എന്ന് കിട്ടി. ഓക്കെ, ഇനി ഞാൻ ഒരു r ചൂസ് ചെയ്യാൻ പോവാം. ഒരു റേഡിയസ് r ചൂസ് ചെയ്യാൻ പോവാം. എങ്ങനെയാണ് റേഡിയസ് r ചൂസ് ചെയ്യുന്നത്? choose a sufficient large positive number r, capital R, such that for all I equal to 0, 1, 2, etc. mod ai divided by z power n minus 1 always less than mod an divided by 2n. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏത് ai എന്താണ്? ai divided by z power n minus 1, that is this. okay, that is z power n. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ai divided by z power n minus 1 സാറ്റിസ്ഫൈ ചെയ്യുന്ന which is always less than mod an divided by 2n. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു r സെലക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ mod z ഗ്രേറ്റർ ദാൻ r ആവുമ്പോൾ എന്ത് ചെയ്യും? ഈ കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യും. ഫോർ ഓൾ ഇനി ഞാൻ ഒരു r ചൂസ് ചെയ്യുമ്പോൾ, റേഡിയസ് r ചൂസ് ചെയ്യുമ്പോൾ എന്താണ് കണ്ടീഷൻ? that is choose a sufficient large positive number capital R such that for all I equal to 0, 1, 2, 3 etc. mod ai divided by z power n minus 1 which is less than mod an divided by 2n for all z such that mod z greater than r. അഥവാ ഒരു സർക്കിൾ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാം. ഒരു സർക്കിൾ ഞാൻ എടുത്തു, that is mod z equal to r എന്ന സർക്കിൾ, that is സെന്റർ ഏതാണ്? സെന്റർ ഒറിജിൻ, അത് റേഡിയസ് r, that is ഈ സർക്കിളാണ് mod z is equal to r. ഓക്കെ, ഇങ്ങനെ ഒരു റേഡിയസ് ഞാൻ സെലക്ട് ചെയ്യാൻ പോവാണ്. എന്താണ് കണ്ടീഷൻ? mod ai divided by z power n less than mod an divided by 2n വരുന്ന ഒരു r എടുക്കാൻ പോവാം. ഈ r-ന്റെ പുറത്ത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അത്തരം ഒരു r ഞാൻ സെലക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ w എന്തായിരുന്നു? w ഈക്വൽ ടു, ഞാൻ ഒന്നും കൂടി എടുത്ത് എഴുതാം, w ഈക്വൽ ടു എന്തായിരുന്നു?
a naught divided by z power na plus a n divided by z power n minus 1 plus etc plus the second last term വരെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ a n minus 1 divided by z ഇതാണ് w. That implies ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന r നമുക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് മോഡ് w ഈക്വൽ ടു ദിസ്. നമുക്കറിയാം രണ്ട് കോംപ്ലക്സ് നമ്പർ z1 plus z2 that is which is less than or equal to mod z1 plus mod z2 ആണ്. Therefore ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം which is less than or equal to a naught divided by z power na plus next a1 divided by z power n minus 1 plus etc plus mod an minus 1 divided by z എങ്ങനെ എഴുതാം അല്ലേ. that is ഇതിലെ ഓരോ ടേമും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലേ. therefore നമുക്ക് എന്ത് എഴുതാം a mod an divided by 2na plus mod an divided by 2na plus etc last term ഈ condition satisfy ചെയ്യും that is mod an divided by 2n. okay എത്ര ടേം ഉണ്ട് ഇതില് ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ മുതൽ ഇവിടെ വരെ നോക്കി കഴിഞ്ഞാൽ n minus 1 ടേം അല്ലേ. അതിന്റെ കൂടെ ഒരു a naught ഈ ടേം കൂടി n ടേം ഉണ്ട്. therefore which is less than or equal to n into mod a n divided by 2 n നെ ക്യാൻസൽ ചെയ്യാം which is equal to mod a n divided by 2. ഇതെന്തായിരിക്കും that is mod w less than or equal to mod a n divided by 2 for all z with mod z greater than r അല്ലേ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള r ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ that is മോഡ് നമ്മൾ മോഡ് that is മോഡ് z greater than r ല് എന്താണ് an plus w എന്താണ് an plus w നമ്മൾ ഇവിടെ ചൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് that is w plus an. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താ വരിക that is which is തൊട്ട് മുന്നത്തെ inequality substitute ചെയ്ത് കഴിഞ്ഞാൽ that is an always greater than or equal to mod an minus mod w ആയിരിക്കും അല്ലേ. that is ഇത് നമ്മൾ പഠിച്ചതാണ്. ഇത് നമ്മൾ എനിക്ക് ഫോർത്ത് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. that is mod z1 plus z2 always greater than or equal to mod z1 minus mod z2 അല്ലേ. ആ inequality വെച്ച് ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. therefore which is greater than or equal to എന്താണ് mod an അതുപോലെ തന്നെ എഴുതി മൈനസ് എന്താണ് mod w that is mod an divided by 2 അല്ലേ. an നെ an divided by 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ which is always greater than or equal to mod an divided by 2 എന്ന് എഴുതാം അല്ലേ. mod an divided by 2 അല്ലേ. മനസ്സിലായില്ലേ. that is ഇതിൽ നിന്ന് ഇതിന്റെ പകുതി മൈനസ് ചെയ്യാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെ കിട്ടും. ഓക്കെ therefore എന്താണ് an plus w എന്തായിരുന്നു that is p of z ആയിരുന്നു അല്ലേ. that is നമുക്ക് കിട്ടി p of z mod p of z equal to ഇതിന്റെ കൂടെ wn ഞാൻ ഒന്നുകൂടി എഴുതാം. p of z നമ്മൾ ഡിഫൈൻ ചെയ്ത് എങ്ങനെയായിരുന്നു that is w plus an into z power n ആണ്. അങ്ങനെ mod p of z എന്തായിരിക്കും that is w plus an z power n അതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ that is this equal to mod w plus an into mod z power n. ഇത് നമ്മളിപ്പോൾ തൊട്ട് മുന്നേ ചെയ്തു അല്ലേ. which is greater than mod an divided by 2 ആയിരിക്കും അല്ലേ. into ഇവിടെ z raised to n എന്തായിരിക്കും that is r power n ആയിരിക്കും അല്ലേ. കാരണം mod z equal to r അല്ലേ. that is mod z equal to r. ഇവിടെ z എടുക്കുന്നത് ഈ mod z greater than r ആണ്. അപ്പോൾ z power n പറയുമ്പോൾ greater ആണ് r ആണ്. therefore z power n പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി that is r power n എന്ന് എഴുതാം. that is which is greater than r power n. that implies f of z p of z നമുക്ക് കിട്ടിയിട്ടുണ്ട്. p of z എന്താ കിട്ടിയ p of z greater than mod a n divided by 2 r power n എന്ന് കിട്ടി. ഇനി അങ്ങനെയാണെങ്കിൽ എന്താണ് f of z എന്തായിരുന്നത് f of z is equal to 1 divided by p of z ആയിരുന്നു അല്ലേ. അങ്ങനെ mod f of z എന്ത് വരും that is mod p of z which is നമുക്ക് കിട്ടി അല്ലേ. that is less than എന്ന് വരും. 1 divided by എടുക്കുമ്പോൾ less than എന്ന് വരും. that is less than 2 divided by mod a n divided by r power n എന്ന് എഴുതാം. ഈ r നമ്മൾ സെലക്ട് ചെയ്താ
അല്ലേ? R നമുക്ക് എത്ര വേണമെങ്കിലും വലുതാക്കാം, തൊട്ട് മുന്നത്തെ പോലെ. That is which is true for all Z with mod Z greater than R. Okay. ഇനി R നമ്മൾ എത്ര വലുതാക്കും ചെയ്യാം. ഇത് നമ്മൾ സെലക്ട് ചെയ്തൊരു R ആണ് അല്ലേ? നമ്മൾ എത്ര വലുതാക്കി ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു R എടുത്തു എന്നുള്ളൂ. Therefore ഈ കണ്ടീഷൻ ചെയ്യും R എത്ര വലുതാക്കി കഴിഞ്ഞാലും ശരിയാവും അല്ലേ? R എത്ര വലുതാക്കി കഴിഞ്ഞാലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടേം എന്തിലേക്ക് പോവാ, ഈ ഒരു ടേം 0ലേക്ക് പോവാ. R എത്ര വലുതാക്കി കഴിഞ്ഞാലും R സം ഫിക്സ്ഡ് നമ്പർ ആക്കി കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഇതിന്റെ മീനിങ് എന്താ? ദാറ്റ് ഈസ് 2 ഡിവൈഡഡ് ബൈ AN ഡിവൈഡഡ് ബൈ R. നമ്മൾ ഫിക്സ്ഡ് ഒരു നമ്പറാണ്. ഇവിടെ നമ്മൾ R ചൂസ് ചെയ്തു, അല്ലേ? ദാറ്റ് ചൂസ് എ സഫിഷ്യന്റ് ലാർജ് നമ്പർ R. അപ്പൊ R എന്താണ്, നമ്മൾ വാരി ചെയ്യേണ്ട ആവശ്യമില്ല. R ഒരു ഫിക്സ്ഡ് നമ്പറാണ്. R ഫിക്സ്ഡ് നമ്പർ ആണ്. ഇവിടെ നമ്മൾ 2 എന്താണ് ഫിക്സ്ഡ് നമ്പർ ആണ്. മോഡ് AN ഒരു ഫിക്സ്ഡ് നമ്പർ ആണ്. R ഒരു ഫിക്സ്ഡ് നമ്പർ ആയതുകൊണ്ട് R പവർ n ഒരു ഫിക്സ്ഡ് നമ്പറാണ്. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ് എന്താണ് സം കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് ഇതിനെ M എന്ന് വിളിക്കാം വേണമെങ്കിൽ. ദാറ്റ് ഈസ് നമുക്ക് എന്താ കിട്ടിയേ, മോഡ് f of z ലെസ് ദാൻ M എന്ന് കിട്ടി അല്ലേ? R ഇനി വാരി ചെയ്യുമ്പോഴോ അപ്പോഴും ഒരു M കിട്ടും. അപ്പോൾ f of z എന്താണ് ലെസ് ദാൻ M ആണ്. ദാറ്റ് ഇംപ്ലൈസ് എന്താണ് f of z ബൗണ്ടഡ് ആണ്. f of z ബൗണ്ടഡ് ആയതുകൊണ്ട് f of z ആൾറെഡി എൻ്റയർ ഫംഗ്ഷൻ ആണ്. കാരണം f of z is equal to 1 divided by p of z ആണ് നമ്മൾ വിളിച്ചത്. p of z ഒരിക്കലും 0 ഇല്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അപ്പം എന്തായി, f of z ബൗണ്ടഡ് ആണ്, എൻ്റയർ ഫംഗ്ഷൻ ആണ്. ദാറ്റ് ഇംപ്ലൈസ് f of z is constant. f of z കോൺസ്റ്റന്റ് ആയി. f of z കോൺസ്റ്റന്റ് ആയി പറഞ്ഞു കഴിഞ്ഞാൽ 1 divided by p of z കോൺസ്റ്റന്റ് ആയി. പക്ഷേ p of z എന്തല്ല, കോൺസ്റ്റന്റ് അല്ല. p of z ഒരു കോംപ്ലക്സ് പോളിനോമിയൽ ആണ്. therefore which is a contradiction. Therefore p of z equal to 0 for some z0. ഓക്കെ, ഇതാണ് കംപ്ലീറ്റ് പ്രൂഫ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ 6th ചാപ്റ്റർ പറയുന്നത്.